നല്ലിടയ ഭരണസമർത്ഥാനീ വന്നിടുകരും യാശീരായി കീപ്പോൽ സഭയിലടിസ്ഥാനം സർവവിധം പൗലോസ് തുല്യം നിബിയർക്കുത്തമ സോദരനെ സ്ലീഹഗണത്തിൽ വിട്ടോനെ ഏലിയാപോൽ വൈരാഗി യോഹാനോനിവ സന്യാസി നിന്നെ വരിച്ചൊരു സബധന്യ. പിതാവും പുത്രനും പരിശുദ്ധവുമായ സത്യമുള്ള ഏകദൈവത്തിന്റെ നാമത്തിൽ തനിക്ക് സ്തുതി. ഭൂമി നല്ല സ്ഥിതിക്കുന്ന ബലവാനായ ദൈവം കർത്താവിന്റെ തിരുനാമത്തിൽ ദൈവമേ നീ പരിശുദ്ധനാവുന്നു. ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ദൈവമേ നീ പരിശുദ്ധനാവുന്നു. നീ പരിശുദ്ധനാകുന്നു. മലമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെടണമേ. കരുണയുണ്ടാകണമേ. ദൈവമേ നീ പരിശുദ്ധനാവുന്നു. നീ പരിശുദ്ധനാകുന്നു. മലമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെടണമേ. കരുണയുണ്ടാകണമേ. കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളോട് കരുണ ചെയ്യണമേ. സുരക്ഷയും പ്രാർത്ഥനയും കൈകൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി. നിനക്ക് സ്തുതി. പാവനരുടെ കൃപ ചെയ്യുന്നു. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങളുടെ കാരുടെ ക്ഷമിച്ചതുപോലെ ക്ഷമിക്കണമേ. പരീക്ഷയിലേക്കുള്ള പ്രവേശിക്കരുത്. പിന്നെയോ ദക്ഷിണങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ട് മഹാരാജ്യശക്തിയും മോഹം കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. ദൈവമായ കർത്താവേ, സന്ധ്യാസമയത്ത് ഞങ്ങളുടെ ശരീരങ്ങൾ പകലിലെ അധ്വാനങ്ങളിൽ നിന്ന് വിശ്രമിക്കുകയും ഞങ്ങളുടെ ആത്മാക്കൾ വിചാരങ്ങളിൽ നിന്നാകുന്ന ആശ്വസിക്കുകയും ചെയ്തുകൊണ്ട് ശാന്തതയോടെ തിരുവനന്തപുരം നിരന്തരമായ സ്തോത്രങ്ങളും അഖണ്ഡിതമായ സ്തുതികളും നിനക്ക് സമർപ്പിക്കുവാൻ ഞങ്ങളെ അർഹന്മാരാക്കി തീർക്കണമേ. ഞങ്ങളുടെ ജീവിതത്തെ പോറ്റി പുലർത്തിയാണ് നടത്തുന്നവനും ഞങ്ങളുടെ ആത്മാക്കളെ ഉത്സാഹിപ്പിക്കുന്നവനും രക്ഷിക്കുന്നതിനുമായുള്ളവയെ നിന്റെ കൃപയെ ഞങ്ങൾ സ്തുതിക്കുന്നു. ഞങ്ങൾ നിനക്ക് സ്തുതിയും സ്തോത്രവും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും കരയേറ്റുകയും ചെയ്യുമാറാകണമേ. ദൈവമേ നിന്റെ കൃപ പോലെ എന്നോട് കരുണ ചെയ്യണമേ. നിന്റെ കണ്ണടുവാർത്തും രണ്ട് പാപങ്ങളെ വായിച്ചു കളയണമേ. എന്നോട് പാകണമേ. എന്തെന്നാൽ എന്റെ അതിക്രമം ഞാൻ അറിയുന്നു. എന്റെ പാപങ്ങൾ എപ്പോഴും എന്റെ നേരെ ഇരിക്കുന്നു. നിനക്ക് വിരോധമായി തന്നെ ഞാൻ പാപം ചെയ്തോ. നിന്റെ ദുരോഗത്തിൽ ചെയ്തെന്നാൽ നിന്റെ വചനത്തിന് നീതിപ്പെടുന്നയായിരിക്കുകയും ചെയ്യാനായിട്ട് നിന്ന് അന്യാസം അനുഭവിച്ചു വാണം നിന്റെ മാതാവിനെ ഗർഭം ധരിക്കുകയും ചെയ്തോ. നിന്റെ സ്വഭാവമേ തലയ്ക്കണമേ. ഞങ്ങളുടെ പാകപ്പെടും. അതിനാൽ എന്നെ നീ വെണ്മയാക്കണമേ. കുറച്ചു മുന്നിനേക്കാൾ ഞാൻ വെണ്മയാകും. നിന്റെ ആനന്ദവും സന്തോഷവും എന്നെ തൃപ്തിയാക്കണമേ. ക്ഷീണതയുള്ള എൻ്റെ അസ്ഥികൾ സന്തോഷിക്കും. എന്റെ പാപങ്ങൾ നിന്റെ മുഖം തിരിച്ചെന്റെ അതുക്കളൊക്കെ മായ്ച്ചു കളയണമേ. സൃഷ്ടിക്കണമേ. സ്ഥിരതയുള്ള നിന്റെ ആത്മാവിനെ എന്റെ വെള്ളയാക്കണമേ. നിന്റെ തിരുവമ്പിൽ എന്നെ തള്ളിക്കളയരുത്. നിന്റെ പരിശുദ്ധ ആത്മാവിനെ നിന്നുമെടുക്കുകയും വരുത്. എന്നാലോ നിന്റെ ആണെന്ന് രക്ഷ എനിക്ക് തിരിച്ചെല്ലമാത്തോടെ ആത്മാവിനെ താങ്ങുമാറാകണമേ.
അപ്പോൾ ഞാനത് ക്രമക്കാരൻ്റെ ഒഴിവിൽ നിങ്ങളിലേക്ക് തിരികെയും ചെയ്യും. എന്റെ രക്ഷയുടെ ദൈവമായ ദൈവമേ, രക്തവാദം എന്നെ രക്ഷിക്കണമേ. എന്റെ നാമം നിന്റെ നീതിയെ സ്തുതിക്കും കർത്താവേ. എന്റെ ആദരങ്ങൾ എനിക്ക് തുറക്കണമേ. എന്റെ വായ നിന്റെ സ്തുതികളെ പാടും. എന്നാൽ ദൈവത്തിന്റെ വലിയ താഴ്മയുള്ള ആത്മാവാകുന്നു. ദൈവം നൽകിയത്തെ നിരസിക്കുന്നില്ല. നന്മ ചെയ്യണമേ. സ്നേഹത്തിന്റെ മതിലുകളെ പണിയണമേ. അപ്പോൾ നീതിയോടുകൂടി ബലികളും ഹോമബലികളും ഇഷ്ടപ്പെടും. അപ്പോൾ നിന്റെ ബലി പീഠത്തിനും കാണുമ്പോൾ കരവരും ദൈവമേ സംഘിക്കുവാന്നു പാർക്കുമോ. മാതാവൻ വാലം നൽകണമേ. വിളിച്ചല്ലോ എന്നോട് നീ ഉത്തരവാദി ചെയ്യണമേ. എന്റെ വചനങ്ങളെ സൂക്ഷിച്ചിട്ട് കൈക്കൊള്ളുകയും ചെയ്യണമേ. എന്റെ പ്രാർത്ഥന നിന്റെ മുമ്പ് ധൂപം പോലെയും എന്റെ കൈകളിൽ നിന്നുള്ള കാഴ്ച സന്ധ്യയുടെ ഒരുപാട് പോലെ ഇരിക്കുമാറാക്കണമേ. എന്റെ ഹൃദയം ഒരു ദുഷ്കാര്യത്തിന് ചായതേ ഞാൻ അന്യായ ക്രിയകൾ പ്രവർത്തിക്കാതെ ഇരിക്കത്തക്കവണ്ണം എന്റെ വാക്യ കാവൽക്കാരനെയും എന്റെ ആദരങ്ങൾക്ക് സൂക്ഷിപ്പുകാരനെയും നിയമിക്കണമേ. ദുഷ്ടമനുഷ്യരുടെ ചേരുമാരത്തെ നീതിമാനെ പഠിപ്പിക്കുകയും ശാസിക്കുകയും ചെയ്യട്ടെ. ദുഷ്ടന്മാരൻ എന്റെ തലക്ക് ഒഴിവാകാതിരിക്കട്ടെന്ന് എന്റെ പ്രാർത്ഥന ഒരു ദോഷം തോന്നുന്നു. അവരുടെ വിദ്യാർത്ഥികൾ പാറുവിനെ ആ തടയപ്പെട്ടുമ്പോൾ എന്റെ വചനങ്ങളെ അവർ കേട്ടു. കൊഴുവ് ഭൂമിയെ പിളർക്കുന്നത് പോലെ ശവക്കുഴിയുടെ വായിക്കരികെ അവരുടെ അസ്ഥികൾ ചിതറപ്പെട്ടു. കർത്താവേ, ഞാൻ എന്റെ കണ്ണുകൾ അതിന്റെ അടുക്കിലേക്ക് ഉയർത്തി നിന്നിൽ ശരണപ്പെട്ടു. എന്റെ ആത്മാവിനെ തള്ളിക്കളയരുത്. എനിക്ക് ആയകനികൾ മറിച്ചു വെച്ചിട്ടുള്ള പ്രശംസക്കാരുടെ നിന്നെ കാത്തുകൊള്ളണമേ. ഞാൻ കടന്നു പോകുന്നത് വരെ അന്യായക്കാർ തങ്ങളുടെ വലകളെല്ലാവരും വിശ്വസിക്കട്ടെ. എന്റെ ആത്മാവ് കുണ്ഠിതപ്പെട്ടപ്പോൾ ഞാൻ എന്റെ ശബ്ദത്താൽ കർത്താവിനെ വിളിച്ചു. എന്റെ ശബ്ദത്താൽ ഞാൻ കർത്താവിനോട് പ്രാർത്ഥിച്ചു. അവന്റെ മുമ്പാകെ ഞാൻ എന്റെ സങ്കടം ബോധിപ്പിച്ചു. അവന്റെ മുമ്പാകെ ഞാൻ എന്റെ ഞെരുക്കത്തെ അറിയിക്കുകയും ചെയ്തു. നീ എന്റെ ഊടുവഴികളെ അറിയുന്നുവല്ലോ. എന്റെ നിലപടില്ലാതെ എനിക്ക് ആയകനികൾ മറിച്ചു വെച്ചു. ഞാൻ മരത്തോട്ട് നോക്കി, എന്നെ അറിയുന്നില്ല. നീ ഞാൻ കണ്ട സങ്കേതസ്ഥലം എനിക്കില്ലാതെയായി. എന്റെ ദയക്ക് വേണ്ടി പാരം ചോദിക്കുന്നവനില്ല. കർത്താവേ, ഞാൻ നിന്റെ അടുക്കൽ നിലവിളിച്ചു. കർത്താവേ, ജീവിച്ചിരിക്കുന്നത് എന്റെ ആശ്രയന്റെ ഊര്യവും നീ ഞാൻ പറഞ്ഞു. ഞാൻ ഏറ്റവും താഴ്ത്തപ്പെട്ടിരിക്കുന്നത് കൊണ്ട് എന്റെ അപേക്ഷയെ സൂക്ഷിച്ചു കേൾക്കണമേ. എന്നെ പീഡിപ്പിക്കുന്നവർ എന്നേക്കാൾ ബലവാന്മാരായതുകൊണ്ട് അവരിൽ നിന്ന് എന്നെ വിടുവിക്കണമേ. ഞാൻ നിന്റെ നാമത്തെ സ്തോത്രം ചെയ്യുവാനായിട്ട് എന്റെ ആത്മാവിനെ കാരാഗ്രഹത്തിൽ നിന്ന് പുറപ്പെടുവിക്കണമേ. നീ എന്നോട് ഉത്തരവരളി ചെയ്യുമ്പോൾ നിന്റെ നീതിമാന്മാർ എനിക്കായി കാത്തിരിക്കും. നിന്റെ വചനം എന്റെ കാലുകൾക്കും എന്റെ ഓടുകൾക്ക് പ്രകാശമാകുന്നു. നിന്റെ നീതിയുടെ വിധികളെ ആശ്രയിപ്പാനായിട്ട് ഞാനാണ് ശേഷു. ഞാൻ ഏറ്റവും ക്ഷീണിച്ച് കർത്താവേ, നിന്റെ വനപ്രകാരം എന്നെ ജീവിപ്പിക്കണമേ. കർത്താവിന്റെ വായന വചനങ്ങളെ നീ ഇഷ്ടപ്പെടണമേ. നിന്റെ ന്യായങ്ങൾ നിന്നെ പഠിപ്പിക്കണമേ. എന്റെ ദേഹി എല്ലായ്പ്പോഴും നിന്റെ കൈകളിൽ ഇരിക്കുന്നു. നിന്റെ വേദപ്രമാണത്തെ ഞാൻ മറന്നില്ല. പാപികൾ എനിക്കായിട്ട് കണികൾ വെച്ചു, എന്നാലും ഞാൻ നിന്റെ കൽപ്പനകളിൽ നിന്ന് മാറിപ്പോയില്ല. ഞാൻ നിന്റെ സാക്ഷി നീക്കി അവകാശമായി സ്വീകരിച്ചു. എന്തെന്നാൽ അത് എന്റെ ഹൃദയത്തിന് ആനന്ദമാകുന്നു. നിന്റെ കൽപ്പനകൾ എന്നേക്ക് സത്യത്തോടെ നിവർത്തിപ്പാനായിട്ട് ഞാൻ എന്റെ ഹൃദയത്തെ തിരിച്ചു. സകല ജാതികളും സകല ജനങ്ങളും അവനെ സ്തുതിപ്പേ. എന്തെന്നാൽ അവന്റെ കൃപ നമ്മുടെ മേൽ ബലപ്പെട്ടിരിക്കുന്നു. അവൻ സത്യമായിട്ട് നേക്കും കർത്താവാകുന്നു. കർത്താവിനോട് കരുണയും മനോഹരവും യാചിക്കണം. മനുഷ്യരുമായി നല്ല മുഹൂർത്തവും നിത്യം നമ്മുടെ വിടാതെ അർപ്പിക്കുവാൻ ഞങ്ങൾ യോഗ്യന്മാരായി തീരണമേ. അഗ്നിധാരികളായ ലഗ്യോനുകളാൽ സ്തുതിക്കപ്പെടുകയും എരുതിമയന്മാരായ കുറൂബുകളാൽ പുകഴ്ത്തപ്പെടുകയും ചെയ്യുന്നു. മഹത്വവാനും സർവ സൃഷ്ടികളാലും വന്ദിക്കപ്പെടുന്നവനും നിസാരകന്യയിൽ നിന്ന് മുലപ്പാൽ കുടിച്ചു വളരുകയും വിനയം മൂലം ലോകത്തെ രക്ഷിക്കുകയും തൻ അനുകരിച്ച് ജീവിച്ച എല്ലാവരെയും ശ്രേഷ്ഠരാക്കുകയും
തന്നിലുള്ള പ്രത്യാശയന്ത്ര പ്രാപിച്ച് മരിച്ചുപോയവരെ ആശ്വസിപ്പിക്കുകയും ചെയ്യുന്ന അത്യുന്നതനും ഭയഭക്തിയുള്ളവരുമാകുന്ന കർത്താവിന് സ്തുതി. തനിക്ക് സന്ധ്യാപ്രാർത്ഥനയുടെ സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവനും സ്തുതിയും ബഹുമാനവും ആരാധനയും യോഗ്യമാകുന്നു. ഞങ്ങളുടെ മിശിഹാതമ്പുരാനെ, നീ ക്രൂപന്മാരാൽ വന്ദിക്കപ്പെടുന്നു, സുപ്രന്മാരാൽ സ്തുതിക്കപ്പെടുന്നു. മാലാഖമാർ ഭയത്തോടും വിറയലോടും നിന്നെ മഹത്വപ്പെരിക്കുന്നു. നീ സകലത്തിന്റെ ദൈവവും നിത്യരാജാവുമാകുന്നു. കർത്താവേ, നിന്റെ മാതാവാകുന്ന പരിശുദ്ധ കന്യകമറിയാമിന്റെയും ദീർഘദൃശ്യന്മാരുടെയും സ്നേഹിതന്മാരുടെയും സഹോദരന്മാരുടെയും സന്യാസ ശ്രേഷ്ഠന്മാരുടെയും സഭയുടെ ഉപദേഷ്ടാക്കന്മാരുടെയും പ്രാർത്ഥനകൾ മൂലം കരുണയും കണ്ണാൽ ഞങ്ങളെ കടാക്ഷിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. നിന്റെ ദാസരാകുന്ന ഈ പാപികളുടെ കുർബാനകളെയും ധൂപത്തെയും പ്രാർത്ഥനകളെയും നിന്റെ സ്വർഗീയ ബലിപീഠത്തിൽ കൈക്കൊള്ളണമേ. നിന്റെ കൃപ മൂലം രോഗികൾക്ക് സൗഖ്യവും ദീനന്മാർക്ക് ആരോഗ്യവും ഞെരുക്കത്തിലിരിക്കുന്നവർക്ക് ആശ്വാസവും പാപികൾക്ക് മോചനവും ദുഃഖിതർക്ക് സന്തോഷവും വഴിതെറ്റിപ്പോയവർക്ക് തിരിച്ചുവരവും ചിതറിപ്പോയവർക്ക് ഒന്നിപ്പം പീഡിതർക്ക് ആശ്വാസവും ദരിദ്രർക്ക് സംതൃപ്തിയും അനാഥർക്ക് സംരക്ഷണവും വിധവമാർക്ക് സഹായവും നൽകണമേ. വിശ്വാസികളായ മരിച്ചവരെ ഓർത്ത് അവരുടെ ആത്മാക്കളെ നിന്റെ പിതൃസന്നിധിയിലേക്ക് കൂടാരങ്ങളിൽ വസിപ്പിക്കുമാറാകണമേ. അവരോടൊന്നിച്ച് ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. സമർപ്പിക്കുന്ന പരിമള ധൂപം മൂലം കരുണയോടെ സ്വീകരിക്കണമേ. നിന്റെ ആചാരത്തിന് സംവേദനാകണമേ. നിന്റെ ആരാധന പ്രസാദിക്കണമെന്ന് പ്രസവിച്ചു മാതാവിനും നിന്റെ ഇഷ്ടമാർക്ക് വിശ്വാസങ്ങളെല്ലാം പരിഹരിക്കുന്ന വിശ്വാസം നൽകണമേ. തന്റെ പിതാവിനോട് പരിശുദ്ധരോട് കൂടി സ്തുത്യമായ ദിനമായി പുത്രൻ തമ്പുരാനെ
നിനക്ക് ഞങ്ങൾ സ്തുതിയും സ്തോത്രം കരയേറ്റവും നിൻവലഭാഗെ ഹല്ലേലൂയ. Thank you.
വണക്കത്തോടെ ചെവി കൊടുത്ത് നമ്മുടെ മുമ്പാകെ വായിക്കപ്പെടുന്ന നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ വിശുദ്ധ വിജ്ഞാനികളുടെ ദൈവത്തിന്റെ ജീവനുള്ള വചനങ്ങളുടെ അറിയിപ്പിനെ കേൾക്കണം. തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം എന്നുള്ളതിന്റെ കൽപ്പനയാകുന്നു. ഓരോ സ്നേഹന്മാർക്ക് വേണ്ടി തന്റെ ജീവനെ വയ്ക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല. ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്ന സകലവും നിങ്ങൾ ചെയ്യുമെങ്കിൽ നിങ്ങൾ എന്റെ സ്നേഹന്മാരാകുന്നു. ദാസൻ എന്ത് ചെയ്യുന്നുണ്ട് ഇനി ഞാൻ നിങ്ങളെ ദാസന്മാരെന്ന് വിളിക്കുന്നില്ല. എന്തെന്നാൽ എന്റെ പ്രധാനം കേട്ടതെല്ലാം നിങ്ങളെ ഞാൻ അറിയിച്ചിട്ടുണ്ട്. നിങ്ങൾ എന്നെ തെരഞ്ഞെടുക്കില്ല എന്നാലോ ഞാൻ നിങ്ങളെ തെരഞ്ഞെടുത്തു. നിങ്ങൾ ഫലങ്ങൾ കാക്കേണ്ടതിനും നിങ്ങളുടെ ഫലം നിലനിൽക്കേണ്ടതിനും ഞാൻ നിങ്ങളെ ആക്കി വച്ചിരിക്കുന്നു. നിങ്ങൾ എന്റെ നാമത്തിൽ എന്റെ പിതാവിനോട് ചോദിക്കുന്ന സകലവും താൻ നിങ്ങൾക്ക് തന്നെ നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കേണ്ടതിന് നിങ്ങളോട് പറയുന്നു. ലോകം നിങ്ങളെ പഴിക്കുന്നുവെങ്കിൽ അത് നിങ്ങൾക്ക് മുൻപ് എന്നെ ദ്വേഷിച്ചു അറിഞ്ഞുകൊള്ളുകയും നിങ്ങൾ ലോകത്തിൽ ലോകം തനിക്ക് സ്വന്തം സ്നേഹിക്കുമായിരുന്നു. എന്നാലോ നിങ്ങൾ ലോകത്തിൻ്റെതല്ല. എന്തെന്നാൽ ഞാൻ ലോകത്തിൽ നിങ്ങളെ തെരഞ്ഞെടുത്തിരിക്കുന്നു. ഇത് ഏതുമായ ലോകം നിങ്ങളെ പകയ്ക്കുന്നു. തന്റെ യജമാനേക്കാൾ വലിയ ദാസമില്ലെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതിനോർത്തുകൊള്ളുകയും അവർ എന്നെ പീഡിപ്പിച്ചുവെങ്കിൽ നിങ്ങളെയും പീഡിപ്പിക്കുന്നവർ എന്റെ വചനം കാത്തുവെങ്കിൽ നിങ്ങളെയും കാക്കും. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ നീ ഞങ്ങളുടെ മേൽ കരുണ ചെയ്യണമേ. കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവിന്റെ ശുശ്രൂഷയും പ്രാർത്ഥനയും കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. നിനക്ക് സ്തുതി. ഞങ്ങളുടെ പിതാവേ
ഞങ്ങളുടെ കണ്ണുകളിലേക്ക് ഉയർത്തിയിരിക്കുന്നു. ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും പരിഹരിച്ച് ഹോമപരവുമായ രണ്ട് ലോകങ്ങളിൽ ഞങ്ങളോട് കരുണ ചെയ്യണം. കൃപ ഞങ്ങളുടെ മുന്നിൽ കൃപ
സനങ്ങളെ കാത്തുള്ളണമേ. ഞങ്ങൾ ജീവനോടിരിക്കുന്ന നാടുകളൊക്കെ നിന്റെ വലത്തെ ഞങ്ങളുടെ മേൽ ആവസിപ്പിക്കണമേ. എന്നെ പ്രസവിച്ച മറിയാമിന്റെയും നിന്റെ സകല പരിശുദ്ധന്മാരുടെയും പ്രാർത്ഥനയാൽ ദൈവമേ ഞങ്ങളുടെ കടങ്ങൾക്ക് പരിഹാരമുണ്ടാക്കി ഞങ്ങളോട് കരുണ ചെയ്യണമേ. കാണപ്പെടുന്നവയും കാണപ്പെടാത്തവയുമായ സകലത്തിന്റെയും സൃഷ്ടാവായ സത്യമുള്ള ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സർവ്വലോകങ്ങൾക്കും മുമ്പേ പിതാവിൽ നിന്ന് ജനിച്ചവനും പ്രകാശത്തിൽ നിന്നുള്ള പ്രകാശവും സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും ജനിച്ചവനും സൃഷ്ടിയല്ലാത്തവനും സാരാംശത്തിൽ പിതാവിനോട് ഒന്നായിരിക്കുന്നവനും സകലവും താൻ മുഖാന്തരമായി നിർമ്മിച്ചവരും മനുഷ്യരായ ഞങ്ങൾക്കും ഞങ്ങളുടെ രക്ഷയ്ക്കും വേണ്ടി തിരുവിഷ്ടപ്രകാരം സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി പരിശുദ്ധ രൂഹായിൽ നിന്നും ദൈവമാതാവായ വിശുദ്ധ കന്യകമറിയാമിൽ നിന്നും ശരീരമായി തീർന്ന മനുഷ്യനായ പൊന്തിയോസ് പീലാത്തോസിന്റെ ദിവസങ്ങളിൽ ഞങ്ങൾക്ക് വേണ്ടി കുരിശിൽ തറയ്ക്കപ്പെട്ടു. കഷ്ടത അനുഭവിച്ച് മരിച്ച് അടക്കപ്പെട്ട് മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് കരേറി തന്റെ പിതാവിന്റെ വലതുഭാഗത്ത് ഇരുന്നവനും ജീവനുള്ളവരെ മരിച്ചവരെയും വിധിപ്പാൻ തന്റെ വലിയ മൗത്വത്തോടെ ഇനിയും വരുവാനിരിക്കുന്നവനും തന്റെ രാജ്യത്തിന് അവസാനമില്ലാത്തവനുമായ യേശു മിശിഹായ പിതാവിൽ നിന്ന് പുറപ്പെട്ടു പിതാവിനോടും പുത്രനോടും കൂടെ വന്ദിക്കപ്പെട്ട് സ്തുതിക്കപ്പെടുന്നവനും നബിയന്മാരും സ്നേഹന്മാരും മുഖാന്തരം സംസാരിച്ചവനുമായി ജീവനും വിശുദ്ധിയുമുള്ള ഏകറൂഹായിലും കാതോലികവും ലൈംഗികവുമായ ഏക വിശുദ്ധ സഭയിലും പാപമോചനത്തിന് മാമോദീസ ഒന്ന് മാത്രമാകുന്നു എന്ന് ഞങ്ങൾ ഏറ്റുപറഞ്ഞ് മരിച്ചുപോയവരുടെ ഉയർപ്പിനും വരുവാനിരിക്കുന്ന ലോകത്തിലെ പുതിയ ജീവനുമായി ഞങ്ങൾ നോക്കി പാർക്കുന്നു. വളരുമവല്ലവനോൻ കാരകിൽ
തൽമാനെ നിങ്ങൾ ആകാശത്തെയും ഭൂമിയെയും ചേർത്താൻ എല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടവരായിരിക്കട്ടെ. ആത്മീയ പ്രാർത്ഥനകളോട് സംബന്ധിച്ച് എല്ലാവരും ഇന്നവരാൻ വാഴ്ത്തി പുണ്യപ്പെടുത്തുമാറാകട്ടെ. ദൈവമായി താഴ്ന്നവർക്കാണ് മരിച്ചുപോയവർക്കും അവരോട്ട് പിതാപുത്രമേ ലീനങ്ങളിലുള്ള പ്രാർത്ഥന മാനസമാശ്രമകൾപ്പെട്ടേ അംഗീകരിക്കുന്നവർക്കാദീശോ ഓശോ ഞങ്ങളുടെ പിതാവേ സമാധാനം എത്രയും ദൈവത്തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എത്രയും ബഹുമാനപ്പെട്ട ജയ്മോനച്ചൻ, കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, നമുക്കുള്ള എല്ലാവർക്കും അറിവുള്ളതുപോലെ പരിശുദ്ധനായ മോർ ഇലിയാസ് തൃതീയൻ ബാവായുടെ പാത്രികീസ് ബാവായുടെ 93ാമത്തെ ഓർമ്മ ദിവസം അതിമനോഹരമായി നടത്തപ്പെടുകയാണ് മഞ്ഞനിക്കരയിൽ. അതുപോലെ എല്ലാ വർഷം പോലെ തന്നെ തീർത്ഥാടനം കാൽനട യാത്രയായി അനേക ഭക്തജനങ്ങൾ കടന്നു പോകുന്ന സ്ഥലമാണ്. ഇതിലേക്കൂടെ കടന്നു പോകുമ്പോൾ ഈ പ്രദേശത്തുള്ളവരും അതിനെ വളരെ ആദരവോടും കരുതലോടും കൂടി അവരെ ആനയിച്ച് സ്വീകരിച്ച് ഇതിലെ കടന്നു പോകുന്നതായ ഭക്തി നിർഭരമായ ആ പരിശുദ്ധ പിതാവിൻ്റെ സാന്നിധ്യവും അനുഗ്രഹവും നിറഞ്ഞു നിൽക്കുന്ന പ്രദേശമാണിത് എന്നുള്ളത് വളരെ അറിയേണ്ട സ്ഥലമാണ്. എനിക്കത് ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായത്. സത്യം പറഞ്ഞാൽ അച്ഛൻ വിളിച്ചപ്പോഴും എനിക്ക് അത്രയും ബോധ്യമായിരുന്നില്ല. പരിശുദ്ധ പിതാവിൻ്റെ സാന്നിധ്യം അത്രമാത്രം അനുഗ്രഹിക്കപ്പെട്ടതാണ്. നമുക്കറിയാം, കർത്താവ് അരുളി ചെയ്തപോലെ നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി തൻ്റെ ജീവനെ കൊടുക്കാൻ സന്നദ്ധനാണെന്ന് കൽപ്പിച്ചരുളിയതുപോലെ തന്നെ പരിശുദ്ധ പിതാവ് ആ തൻ്റെ യജമാനനെ പോലെ, ഗുരുവിനെ പോലെ, കർത്താവിനെ പോലെ നല്ല ഇടയനായി തൻ്റെ ആടുകൾക്ക് വേണ്ടി ജീവനെ പോലും കൊടുക്കാൻ സന്നദ്ധനായി ഭാരത മണ്ണിലേക്ക് സമാധാനം സ്ഥാപിക്കുവാൻ കടന്നു വന്ന ആ വർഷങ്ങളെ നമ്മൾ ഓർക്കുന്നു. 90 വർഷങ്ങൾക്കപ്പുറം ഈ ഭാരത മണ്ണിലേക്ക് കടന്നു വന്ന് സമാധാനം സ്ഥാപിക്കുവാനായിട്ട് കടന്നു വന്ന അനേക നാളുകൾ നമ്മോടുകൂടി, അന്നേരം നമ്മുടെ പൂർവികന്മാരോട് കൂടി ആയിരുന്നു. പക്ഷെ ചുരുങ്ങിയ കാലം കൊണ്ട് ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുവാനിടയായി തീർന്നത് നമുക്കൊക്കെ ചരിത്രപരമായ അറിവുള്ള കാര്യമാണ്. ആ പരിശുദ്ധ പിതാവിൻ്റെ മധ്യസ്ഥയിൽ അഭയപ്പെടുന്നവർക്ക് എന്തോരം അനുഗ്രഹങ്ങളാണ് ലഭിക്കുന്നത് നമുക്കെല്ലാം അറിയാം. കാൽനട തീർത്ഥയാത്രയായി കടന്നു പോകുന്നവർ വളരെ അനുഗ്രഹകരമായി അവരുടെ ജീവിതം ധന്യമായി തീരുന്നതൊക്കെ നമുക്കറിവുള്ളതാണ്. ഞാനും നടന്നു പോയിട്ടുള്ളതാണ്. 76 ഞാൻ മലയെക്കുറിച്ച് ദൈറായിൽ പഠിക്കുന്ന സമയത്ത് മഞ്ഞിനിക്കരയിൽ ചെമ്മാശനായിരുന്ന കാലത്ത് നടന്നു പോയത്. അത് ഭക്തി നിർഭരമായ ആ ഒരു വലിയ സാമീപ്യ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റില്ല. അതിങ്ങനെ മുറിഞ്ഞു പോവുകയല്ല, അതെല്ലാവരും ഒരേ ഒറ്റ ഒന്നിച്ചാണ് പോകുന്നത്. അതവിടുന്ന് മണിയിടുന്ന് തുടങ്ങിയാൽ നമുക്കറിയാം എങ്ങും മുറിഞ്ഞു പോകുകയില്ല, എല്ലാം ഒരുമിച്ച് പോയി. എനിക്ക് തോന്നുന്നത് വെളുപ്പാങ്കാലത്ത് നമ്മൾ
ചെല്ലുന്ന സ്ഥലം നീലിമംഗലാണ്. നാളെ രാവിലെ നീലിമംഗലം അങ്ങോട്ട് ചെന്ന് അങ്ങനെയാണ് അതും ഇതും ഒരേ രീതിയിൽ ക്രമീകരിച്ച് വരുന്നത്. എത്ര വർഷമായി നോക്കി, ആർക്കൊരു മടുപ്പുമില്ല, യാതൊരു പ്രശ്നവുമില്ലാതെ ഇതിങ്ങനെ ദീർഘകാലമായി ഇങ്ങനെ ഈ തീർത്ഥാടന നടന്ന് നീങ്ങി പരിശുദ്ധന്റെ മധ്യസ്ഥല അഭയപ്പെടുന്നത്. അത് കോരിത്തെരിക്ക് നമുക്കിതൊക്കെ കേട്ടാൽ. ഞാൻ ഓർക്കുന്നുണ്ട്, ആ സമയത്ത് പോളിയോ ബാധിച്ച ഒരു ബാലൻ, ആ പോളിയോ ബാധിച്ച ബാലന് ആ കാൽനട യാത്രയിൽ പോയിട്ട് തിരിച്ച് നടന്നു പോയിട്ട് ആ രോഗം എങ്ങനെ ആരംഭിച്ചപ്പോഴെങ്ങനെ ഉണ്ടായിരുന്നോ ആ രോഗം പിന്നെ മൂർച്ഛിച്ചില്ല, അത് പിന്നെ തുടർന്നില്ല. ആ രോഗം അവിടെ നിന്നു. ഡോക്ടേഴ്സ് അത്ഭുതപ്പെട്ടു. ആ രോഗം തുടങ്ങി ആ കാലയളവിൽ പോളിയോ ബാധിച്ചവർക്ക് ആ രോഗം പെട്ടെന്ന് അങ്ങനെ നിന്നു പോവുകയില്ല, അല്ലെങ്കിൽ രോഗം മാറുകയില്ല. അങ്ങനത്തെ ഒരു കാലഘട്ടമാണ്, ചികിത്സ കുറവുള്ള കാലമാണ്. പക്ഷേ ഈ കാൽനട യാത്രയിൽ പോയി തിരിച്ചു വന്നതിന് ശേഷം ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞത് ആ രോഗം എവിടെ തുടങ്ങി ഏത് സ്റ്റേജ് വരെയായോ അവിടെ നിന്ന് മുമ്പോട്ടും ആ രോഗം വളർന്നില്ല എന്ന് അദ്ദേഹം പറഞ്ഞത്. ഇതാണ് ഓരോ വ്യക്തികളുടെ ജീവിതം. ഇപ്പോൾ ഇവിടെ വന്നിട്ടുള്ളവർക്ക് പറയാൻ സാധിക്കും, പരിശുദ്ധ പിതാവിൻ്റെ മധ്യസ്ഥതയിൽ അഭയപ്പെട്ടവർക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ പറഞ്ഞു തീർക്കാൻ പറ്റിയാൽ ഇത്ര അനുഗ്രഹമാണ്. അങ്ങനത്തെ ഒരു സുദിനത്തിലാണ് നമ്മളിന്ന് ഇവിടെ ആയിരിക്കുന്നത്. നിങ്ങളിത് അവിടെ നിന്ന് മഞ്ഞരിക്കലിലേക്ക് തീർത്ഥയാത്ര പോകുന്നവരെ സ്വീകരിക്കുവാൻ ഒരുങ്ങിയിരിക്കുന്ന ഈ നിമിഷങ്ങൾ ബഹുമാനപ്പെട്ട വികാരി അച്ഛൻ്റെ നേതൃത്വത്തിൽ നിങ്ങളത് നിർവഹിക്കുമ്പോൾ എത്രമാത്രം അനുഗ്രഹമാണെന്ന് അത് നമുക്ക് പറഞ്ഞ് അറിയിക്കാൻ പറ്റുകയില്ല. അത്ര ശ്രേഷ്ഠമാണത്. എല്ലാ നന്മകളും നേരുന്നു. ഈ പെരുന്നാളിൻ്റെ എല്ലാ ആശംസകൾ, ഈ മഞ്ഞരിക്കര പെരുന്നാളിൻ്റെ ആശംസകൾ എല്ലാവർക്കും ഉണ്ടാകട്ടെ. പ്രാർത്ഥന, പരിശുദ്ധൻ്റെ മധ്യസ്ഥ പ്രാർത്ഥന ഏവർക്കും കോട്ടയായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ഇവിടെ വരാനുള്ള അവസരം ഒരുക്കിയ ബഹുമാനപ്പെട്ട വികാരി അച്ഛനോടും നിങ്ങളെല്ലാവരുള്ള നന്ദി സ്നേഹം അറിയിച്ച് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ദൈവമായ കർത്താവ് നിങ്ങളെ വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒറ്റയ്ക്കും അതിനുശേഷം പിതാവിനോട് ചേർന്ന് ഒരു ഗ്രൂപ്പ് ഫോട്ടോയും കൂടി എടുത്ത് എല്ലാ ചൊവ്വാഴ്ചയും പോലെ ക്രമീകരിച്ച നേർച്ച ഭക്ഷിച്ച് നമുക്ക് പിരിയാവുന്നതാണ്.